പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ. ഹലോ റേഡിയോയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സുഗു ഭാസ്കറാണ്. സുഗു ഭാസ്കറെ കുറിച്ച് പറയുമ്പോൾ ചിത്രകലയും സംഗീതവും ഒരുപോലെ തന്നെ സമന്വയിപ്പിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കലാകാരനാണ്. അത് പറയാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സുഗു ഭാസ്കറിലേക്ക് എത്താം. സ്വാഗതം ഹലോ റേഡിയോയിലേക്ക്. നമസ്കാരം. അപ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ മേഖല എന്ന് കൃത്യമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഞാൻ സത്യത്തിൽ ചിത്രകലയായിരുന്നു ആദ്യം നമ്മൾക്കുള്ളൊരു കഴിവ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് വിന്നറൊക്കെ ആയിരുന്നു ചിത്രകലയിലെ. അതെ, പെൻസിൽ ഡ്രോയിങ്ങിൽ. അതിനുശേഷം ചിത്രകല ഒരു ഉപരിപഠനം എന്ന രീതിയിൽ RLB കോളേജിൽ പഠിച്ചു. 5 വർഷത്തെ ഒരു കോഴ്സാണ്. അതെ. പിന്നീട് ഒരു ശില്പകലയിലേക്കും കൂടി നമ്മൾ തിരിഞ്ഞു. അപ്പോൾ ശരിക്കും ചിത്രകലയെ അത്രയും മനസ്സിലിട്ട് താലോലിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും തന്നെയാണ് ചിത്രകലയും ശില്പകലയും ഒരേപോലെ തന്നെ പഠിച്ചത്. അതെ, ചിത്രകല എന്ന് പറഞ്ഞൊരു 2D രീതിയിലാണല്ലോ നിൽക്കുന്നത്. മീൻസ് ചേട്ടനും ഒരു ഫൈൻ ആർട്സ് ആർട്ടിസ്റ്റാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ശില്പകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3Dയും കൂടിയിട്ടാണ്. കൂടാതെ നമുക്കൊരു നമ്മൾക്ക് ചെയ്യാവുന്നതിൻ്റെ ഒരു പരമാവധി പരിപൂർണത എത്തിക്കാം. അതെ അതെ. അത് നമ്മുടെ മനസ്സിലാണ് സ്വപ്നങ്ങളാണ് ഈ ചിത്രങ്ങളായിട്ടും ശില്പങ്ങളായിട്ടൊക്കെ പുറത്തു വരുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ സ്വപ്നങ്ങൾ ചിറക് വിരിച്ച് പറക്കുന്നത് ചില സമയത്ത് പാട്ടുകളാണ് അല്ലേ? സംഗീതമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന് വ്യത്യസ്തമായിട്ടുള്ള ജീവസുറ്റ ഒരു സ്വഭാവമാണ്. മറ്റത് ഒരു സ്റ്റിൽ പോയിന്റ് ആണല്ലോ. ഇപ്പോൾ ചിത്രകല എന്ന് പറഞ്ഞാലും ശില്പകല എന്ന് പറഞ്ഞാൽ അതിന് ജീവൻ ഉണ്ടാകുന്നില്ല. ജീവൻ ഓരോരുത്തരുടെ കാഴ്ചയിലാണ് ശരിക്കും. ഈ കാഴ്ചയിൽ നിന്ന് വേറിട്ട് കേൾവിയിലേക്ക് വരുമ്പോൾ 2 തരം ദർശനവും നമുക്ക് മനസ്സിലേക്ക് ആവാഹിക്കാൻ പറ്റും സംഗീതത്തിലൂടെ അല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ സിനിമാ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഈ സംഗീതത്തിന് ശരിക്കും സിനിമാ പാട്ടെന്നോ ഒരു ഭാഷയോ ഒന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളുടെ ഓരോ സംസ്കാരത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും പാട്ടിനെ ചിട്ടപ്പെടുത്തി ഓരോ രീതിയിലേക്ക് കുപ്പിയിലാക്കി വെച്ചേക്കണ പോലെയാണ്. ഓരോ സംസ്കാരമാണ് ഓരോ പാട്ടുകൾ. അതെ. ഇപ്പം നമ്മളുടെ പാടത്ത് പണിയെടുക്കുന്ന അവരുടെ ഒരു ജോലി സമയത്ത് അതിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയായിരിക്കാം അവരൊരു നാടൻ പാട്ട് പാടിക്കുന്നത്. നാട്ടുപാട്ടുകൾ. നാടൻ പാട്ട് നല്ല പറയാൻ നാട്ടുപാട്ട്. പിന്നെ അതിനെ കുറച്ചും കൂടിയും ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സംഗീതം, അത് കുറച്ചും കൂടിയും എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എങ്കിൽ പോലും സംഗീതം ആസ്വദിക്കുന്ന ആളുകൾക്ക് അത് സ്വരസ്ഥാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ ഒരു സംഗീതമാണ്. ഈ ചിത്രകലയും അങ്ങനെ തന്നെയാണല്ലോ. ചിത്രകലയും സംഗീതത്തിലും എല്ലാ കലകളിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറെ പഠിച്ചവരും കുറെ പഠിക്കാത്തവരും. പക്ഷേ ഈ ബോൺ ടാലന്റ് എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ് ശരിക്കും അല്ലേ? തീർച്ചയായും ബോൺ ടാലന്റ് വേണം നമ്മളുടെ ഏത് കലയ്ക്കും. തീർച്ചയായും ഈ സംഗീതത്തിനും ചിത്രകലയ്ക്കും എല്ലാം ഉണ്ടെങ്കിൽ അതിനൊരു പരിപോഷിപ്പിക്കാൻ മാത്രമേ ഈ കലകൾക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു കലാകാരനാണ്. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും കലകളെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. തീർച്ചയായും അത് കലാകാരനെ തീർച്ചയായിട്ടും പറയാമല്ലോ. അതെ, നമ്മൾ ജീവിക്കുന്ന അവസ്ഥ കലാകാരനായിട്ടാണ്. അതെ. അപ്പോൾ ഈ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് സംഗീതത്തിലേക്കും കൂടി പ്രവേശിച്ചപ്പോൾ, സംഗീതവും കൂടി കൂടെ ഉണ്ടായപ്പോൾ, ഇപ്പോൾ സംഗീതമല്ല താങ്കളുടെ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, സംഗീതവും കൂടെ നമ്മളിലേക്ക് ആവേശിച്ചപ്പോൾ ഏറ്റവും മനോഹരമെന്ന് തോന്നുന്ന ഒരുപാട് പാട്ടുകൾ താങ്കളുടെ മനസ്സിലിങ്ങനെ ഇപ്പോഴും ജീവസുറ്റതായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് ഏത് കാലഘട്ടത്തിലെ പാട്ടുകളാണ് താങ്കളുടെ മനസ്സിലിങ്ങനെ ജീവസുറ്റതായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടുപാട്ടുകളാവാം, ലളിതഗാനങ്ങളാവാം, നാടകഗാനങ്ങളാവാം. എങ്കിലും മനസ്സിലിങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ കുറേ പാട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു പാട്ട് ഏതാണ് ഇപ്പോൾ പെട്ടെന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടാൻ കഴിയുക? അങ്ങനെ പാടാൻ ഒത്തിരി പാട്ടുകളുണ്ട്. ഒരു 2 വരി പറഞ്ഞിട്ട് തന്നെ പാടേണ്ടി വരും. കാരണം നമ്മളുടെ കുഞ്ഞുനാളിൽ മുതൽ ഈ റേഡിയോ എന്നുള്ളൊരു സംഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് റേഡിയോ ആണ് നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടായത്. തീർച്ചയായിട്ടും ഒരു കൊച്ചു റേഡിയോ. അപ്പോൾ അതിൽ നിന്നും ഒഴുകി വരുന്ന ചലച്ചിത്രഗാനങ്ങളും അതുപോലെ തന്നെ നാടക ഗാനങ്ങളും കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്.
പിന്നീട് ഈ വരയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഇരിക്കുമ്പോഴെല്ലാം ഈ റേഡിയോ നമ്മളുടെ ഒരു ചങ്ങാതിയായിട്ട് കൂടി അതെ, അതിന് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ടി വി ഒക്കെ വെക്കുന്ന മാതിരി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും. അപ്പം എല്ലാം നമ്മൾക്ക് കേൾക്കാം. നമ്മളൊരു മെഡിറ്റേഷൻ മാതിരിയെ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് നിൽക്കും. അപ്പം അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ചെറിയ കാലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമുകുറ പുരുഷോത്തമൻ തുടങ്ങി ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. AM രാജ, ഉദയഭാനു, അങ്ങനെ മികച്ച ഗായകർ. അവരുടെ പാട്ടുകൾ, ദാസേട്ടൻ്റെ ഒരു എന്താ പറയുക മാസ്മരിക സംഗീതം, ആ ശബ്ദം, ജയേട്ടൻ്റെ ഭാവസാന്ദ്രമായ ഗാനങ്ങൾ. കുറച്ചുകൂടി ഈ ജയേട്ടൻ്റെ പാട്ടുകളൊക്കെ അന്ന് ഒരുപാട് പാടിയിട്ടുണ്ട്, കുറേയധികം പാട്ടുകൾ. എന്നാലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ തുടങ്ങണം തന്നെ. പെട്ടെന്ന് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രിയമുള്ളവളെ പാടി. അപ്പൊ അതുപോലുള്ളൊരു ഗാനം ഏതായിരിക്കും? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീതികളിൽ വേണുവൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. അത് താമസം എന്തേ. പാട്ടുകൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടാണല്ലേ. അതെ. ഈ നമുക്കിപ്പോ ഈ മ്യൂസിക് പഠിച്ച് നമ്മള് ചിത്രകല പഠിക്കണം എന്ന് തോന്നി, അതുപോലെ എന്തുകൊണ്ടാണ് സംഗീതം പഠിക്കണമെന്ന് തോന്നാഞ്ഞത്? ഞങ്ങളുടെയൊക്കെ ഒരു സാഹചര്യം സത്യത്തിൽ അതിനൊരു അനുകൂലമല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എവിടെ എങ്ങനെ എന്നൊന്നും പറഞ്ഞു തരാൻ ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അന്ന് ഉണ്ടായില്ല. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ RLVയിൽ പോയത്. ഞങ്ങളുടെയൊക്കെ ഒരു കുഗ്രാമാണ്. പക്ഷേ ഈ RLVയിൽ പോയോടുകൂടിയാണ് നമ്മളുടെ ഒരു വഴിത്തിരിവൊക്കെ ശരിക്കും വന്നത്. ലോകത്ത് എന്ത് നടക്കുന്നു, നമുക്ക് എങ്ങനെയാവണം, ചിത്രകല എന്താണ് എന്നൊക്കെ അറിഞ്ഞത്. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പഴയ മുതൽ നമ്മുടെ കൂടെയുള്ള ഒരു കൂടപ്പറപ്പാണ്, ഒരു നിധി അവിടെ. അതെ, അത് ചിട്ടപ്പെടുത്തി പഠിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു കല ഉള്ളത് കൊണ്ട്, ടൈമില്ലാത്തത് കൊണ്ടും സാധിച്ചില്ല. നമ്മളിപ്പോൾ അങ്ങനെ താങ്കൾ കുറേ കമേഴ്സ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ചെറിയ ശില്പകലയും ഇതൊക്കെ ആയിട്ട് പള്ളിയുടെ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ ജോലികളിലേക്കൊക്കെ? തീർച്ചയായും. കൂടെയുള്ളവരും ഒരു പ്രാക്ടീസാണ് അത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് തന്നെ. ഇതിപ്പോ നമ്മള് ചിത്രകല ശില്പകല മാത്രമല്ല, പാട്ട് മനസ്സിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഈ നമ്മളിപ്പോ അങ്ങനെ ഒരു ചിന്ത, ഇപ്പൊ നമ്മൾ പാട്ടിലൂടെ ചിത്രകല, അങ്ങനെ ചിത്രകലയെ പാട്ടിലൂടെ കൊണ്ടുവരിക, അല്ലെ പാട്ട് ചിത്രകലയിൽ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ കൊണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ, പുതിയ പുതിയ പുരോഗമനമായിട്ടുള്ള ആശയങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ വല്ലപ്പം ഈ ഒരു മേഖലയിലൂടെ തന്നെ പോകുമ്പോൾ? തീർച്ചയായും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലകൾ, ചിത്രകലയും അതേപോലെ തന്നെ സംഗീതം രണ്ടല്ല, അതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പാടിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലുണ്ടാവും ഒരു സംഗീതം, നമുക്കറിയാവുന്ന സംഗീതങ്ങൾ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഒന്നിനും കൂടെ പിടിക്കാതെ നമുക്കൊരു വർക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഈ ഇടക്കാലത്ത് വെച്ചിട്ട് ഒരുപാട് സംഗീത സംവിധായകർ മലയാള സിനിമാ ഗാനശാഖയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിലും തെലുങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഒരുപാട് സംഗീത സംവിധായകരുണ്ട്. ഏറ്റവും നമുക്ക് മനസ്സിന് യോജ്യമായി, അല്ലെങ്കിൽ താങ്കളുടെ സംഗീത സങ്കല്പങ്ങൾക്ക് യോജ്യമാണെന്ന് തോന്നുന്ന ഒരു സംഗീത സംവിധായകൻ ചോദിച്ചാൽ ആരായിരിക്കും പറയാൻ കഴിയുക? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എങ്കിലും കാരണം ദേവരാജൻ മാഷ്, രവീന്ദ്രൻ മാഷ്, ബാബുരാജ്, അതുപോലെ തന്നെ ജോൺസൺ മാഷ്, അങ്ങനെ വലിയ നിരയുണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കില്ല എന്നുള്ളത്. നല്ലത് ഏതാണെന്നുള്ള അർത്ഥത്തില്ല, താങ്കളുടെ മനസ്സിന് ചില ആൾക്കാർക്ക് ഒരു അഭിരുചികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ താങ്കളുടെ ഒരു ഇഷ്ടം, ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടാവും ചിലത്. അങ്ങനെ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ ആരാണ് പറയാൻ കഴിയുക? എനിക്ക് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. ആർദ്രമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത്. തൃശ്ശൂരിന്റെ വലിയൊരു അഭിമാനത്ത ആരാണ് ശരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഏതാണ് നമുക്ക് പാടാൻ കഴിയുക? ഇനിയൊന്നു പാടൂ ഹൃദയമേ
എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നീലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ, ഇനിയൊന്നു പാടൂ ഹൃദയമേ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടാണ് താങ്കൾ ചോദിച്ചത്. എല്ലാവരും പറഞ്ഞാൽ വേറെ ചില പാട്ടുകളൊക്കെയാണ് പാടാറ്. എന്തായാലും ഒരു സംഗീതത്തിൻ്റെ മനസ്സ് തന്നെ തങ്ങളുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ കടന്നു വന്ന വഴിത്താരകളിൽ ഓർമ്മിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഇപ്പം ഇങ്ങനെ ഒരു പള്ളിയുടെ വർക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സംഗീതവുമായി ബന്ധപ്പെട്ട് പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ വല്ലപ്പോഴൊക്കെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് ഒരു സംഗീത സംവിധായകനെയോ ഗായകനെയോ ഒക്കെ പരിചയപ്പെടാനോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് നമ്മുടെ SP സാറിന് ഒരുമിച്ചൊരു വേദിയിൽ എനിക്ക് കോർഡിനേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പാട്ടുകാരുണ്ടായിരുന്നു. പാലക്കാട് വെച്ചൊരു മെഗാ ഷോ ആയിരുന്നു. അപ്പം അത് പാലക്കാട് വെച്ചുള്ള ഒരു ഷോയിൽ അതിൻ്റെ സ്റ്റേജ് കോർഡിനേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഏറ്റവും അടുത്ത് കാണാനും അവരുടെ രീതികൾ മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. SPBയുടെ എങ്ങനെയാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല എങ്കിൽ കൂടിയിട്ട് എങ്ങനെയാണ് ഒരു ഓർമ്മ? അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ കോവിഡ് കാലത്ത് നമ്മളെ ഏറ്റവും സങ്കടകരമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ, ശങ്കരാഭരണം ശരിക്കും വളരെ ക്ലാസിക്കൽ പഠിക്കാതെ തന്നെ ഒരു KV മഹാദേവൻ സാറിൻ്റെ ഈ പാട്ടുകൾ പാടാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അതൊക്കെ ഒരു വെല്ലുവിളിയായിട്ടെടുത്തുള്ള ഒരു ഗായകനാണ് അദ്ദേഹം. ഒരു സംഗീത സംവിധായകനാണ്, അതുപോലെ നടനാണ് അല്ലേ, ഒരുപാട് നിർമ്മാതാവാണ്, ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. കാരണം കമൽഹാസൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ് ചിത്രങ്ങൾക്ക് ദശാവതാരത്തിലൊക്കെ 7 കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് SPB. ശരി. അപ്പോൾ ആ ഒരു കഴിവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ബോൺ ടാലൻറ്റ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ താങ്കളിങ്ങനെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഡ്രീം ഉണ്ടാവും നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്താ ഒരു കലാകാരൻ, ഡ്രീമില്ലാത്ത കലാകാരനില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ തന്നെ മുന്നോട്ട് പോകണമെന്നാണോ താങ്കളുടെ സ്വപ്നം? സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കല തന്നെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ആസ്വദിക്കുന്ന തലത്തിലേക്ക് എത്തിക്കണം. നമ്മുടേതായ ഒരു സംഭാവന ഈ ലോകത്തിന് വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് ഒരു സ്വപ്നം. അത് എത്രത്തോളം പ്രാബല്യത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വഴിമാറി പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു സമയത്ത് ഈ ആർട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആസ്വദിക്കുന്ന തലത്തിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ലളിതകലാ അക്കാദമികൾ പോലുള്ള ചിത്ര പ്രദർശനശാലകളിൽ ചില ക്രിയേറ്റീവ് ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ അവനവൻ്റെ സ്വന്തം എന്താ പറയുക ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതോ നമുക്ക് കാഴ്ചക്കാരന് അത് ആസ്വാദികരമായ രീതിയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ വല്ലപ്പോഴും? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കല എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലാണ് പലരും പല രീതിയിലാണ് അതിനൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും വേണ്ടത് ഒരു കലാകാരൻ്റെ മനസ്സ് തന്നെയായിരിക്കണം, നമ്മളുടെ സങ്കല്പങ്ങൾ ആയിരിക്കണം ആ ചിത്രത്തിലോ അല്ലെങ്കിൽ ശില്പത്തിലോ അതെ, വരയ്ക്കുന്ന കലാകാരൻ ചെയ്യുന്നത് കാഴ്ചക്കാരന് മനസ്സിലാവണം, ആസ്വദിക്കണം. തീർച്ചയായും ആസ്വദിക്കണം, അല്ലെങ്കിൽ പിന്നെ അതിലൊരു കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടി മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതൊരു മറ്റുള്ളവർക്ക് ഒന്നുമില്ലാത്ത, അതായത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ കലയ്ക്ക് പ്രയോജനമില്ല. അപ്പൊ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇങ്ങനെ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ചിത്രകലയും പാട്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചിത്രകലയിൽ നമ്മളിപ്പോൾ പഴയകാല ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ ഇഷ്ടപ്പെടുന്നവർ, റിയലിസം ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, അത്തരത്തിലുള്ള ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞ് ദേവരാജൻ മാസ്റ്റർ തുടങ്ങി ഉള്ള ഒരു ജോൺസൺ മാസ്റ്റർ വരെ നിൽക്കുന്ന മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന സംഘത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ വിട്ട് പുതിയ കാലഘട്ടത്തിൽ ചിത്രകലയും സംഗീതവും എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ ഒരു പഴയകാല ചിത്രങ്ങൾ, അതായത് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഈ പറഞ്ഞ മാതിരി ജോൺസൺ മാസ്റ്റർ ഒരു അവസാനം വരെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നല്ല പാട്ടുകൾ, ചിലപ്പോൾ എൻ്റെ നല്ലതായിരിക്കില്ല പുതുതലമുറയ്ക്ക് നല്ലത്. അത് അവരുടെ ഒരു ഇഷ്ടം, അതിന് നമ്മൾ കൈ കടത്തുന്നില്ല. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ
ഒരു ഗാനം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ തന്നെയാണ്. അതെ അതെ, ദശാബ്ദങ്ങളോളം കാത്തു വയ്ക്കാനുള്ള ഗാനങ്ങൾ. അതെ, ഒരു ഗാനത്തിലെല്ലാം ഉണ്ട്. അതിലെ എല്ലാ പ്രതിഭ തെളിയിക്കുന്ന അപ്പോൾ വരികളാണെങ്കിലും സംഗീതമാണെങ്കിലും ആലാപന ശൈലിയാണെങ്കിലും എല്ലാം നമുക്ക് ഏത് കാലത്തും സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ മനസ്സിലും ചുണ്ടിലും ഓടി നടക്കുന്നതാണ്, കാലങ്ങളും കടന്ന് കൂടെ നടക്കുന്ന. അതെ, അങ്ങനെ ഒരു സംഗീതം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മളുടെ പോരായ്മയാണോ എന്ന് നമുക്കറിയില്ല. പുതിയ തലമുറയിലെ സംഗീതം, പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയിലെ സംഗീതം എന്തിനെയാണ് അനുകരിക്കുന്നത്, ഏത് രീതിയിലേക്കാണ് പോണതെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അല്ലെങ്കിൽ ഏത് ഭാഷയായിക്കോട്ടെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. അപ്പോൾ അത് നമ്മൾ മലയാളികളാവുമ്പോൾ ആ മലയാളിത്തം കളയാതെ തന്നെ വരികളും സംഗീതവും കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും, വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാനും സാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. അപ്പോൾ താങ്കൾ വളരെ തിരക്കിനിടയിലാണ് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഹലോ റേഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ പാട്ടുകാരനല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞോട് ചിത്രകാരനാണ്. പക്ഷേ നമുക്ക് പാട്ടുകൾ കേൾക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കലകളെ ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് ഹലോ റേഡിയോയ്ക്കുള്ളത്, ഹലോ റേഡിയോ ആസ്വാദകർ. എന്തായാലും അവരുടെ ശ്രോതാക്കൾക്കും ആസ്വാദകർക്കും വേണ്ടിയിട്ട് ഒരുപാട് നല്ല പാട്ടുകളും നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു തന്ന സുഗു ഭാസ്കറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഈ അഭിമുഖം പൂർണ്ണമാകുമ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഗാനത്തോടെ നമുക്ക് ഈ അഭിമുഖം പൂർണ്ണമാക്കാം. അനഘ സങ്കൽപ്പ ഗായികേ മാനസ മണിവിഭഞ്ജികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെൻ്റെ കിനാവുകൾ. അനഘ സങ്കൽപ്പ ഗായികേ മാനസ മണിവിഭഞ്ജികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെൻ്റെ കിനാവുകൾ.